എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് കേട്ടോ. നല്ല സൂപ്പർ ആനയാണ്. വേണമെങ്കിൽ ആദ്യമായിട്ട് ആനയാണ് ഇത്ര അടുത്ത് നിൽക്കുന്നത്, കൊമ്പലൊക്കെ പിടിച്ച് നിൽക്കുന്നത്, സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുന്നത്. ഇതെവിടെയാണെന്ന് അറിയാമോ? പറഞ്ഞുതരാം ബാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആരോഗ്യ നികേതൻ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് വെൽനസ് സെൻ്ററിലാണ് കേട്ടോ. നമ്മുടെ പന്തളം കുള്ളനട റൂട്ടിൽ പോകുമ്പോഴാണ് ഈ ഒരു വെൽനസ് പാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങളൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വെറുതെ പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ മനസ്സിലായി വന്നിട്ട് എൻ്റെ മനസ്സിലായി കിട്ടത്തില്ല, മനസ്സിലായി. നമ്മളെങ്ങനെ കഴിക്കണം എന്നുള്ള രീതി പൈതൃകമായിട്ട് കാണിച്ചു തരുന്ന ഏരിയയാണ്. എന്നിട്ട് മനസ്സിലായി എന്നതാണ്. ഇവിടെ ഒന്നും തിന്നാൻ കിട്ടില്ല. ചായക്കടയുടെ മുമ്പിൽ നിൽക്കുവാണ്. കണ്ടോ, ശരിക്കും നല്ല ഒറിജിനാലിറ്റിയാണ്. ഒരു ചായക്കടയുടെ സെറ്റ് ഇട്ട പോലെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ചായക്കടയിലെ അമ്മാവന് തന്നെ നല്ല ഒറിജിനാലിറ്റി. ഇരിക്കുന്നതെല്ലാം നല്ല ഒറിജിനാലിറ്റിയാണ്. പഴവും എല്ലാം നാട്ടുകാർ മൊത്തം എഴുതുന്ന പുതിയ നാണയം പറയുന്ന പണ്ടല്ലേ, 90s രാജാവിനെ അവസാനം ഇറക്കാവുള്ളൂ. നമ്മുടെ പണ്ടത്തെ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്ലേസ് ആകട്ടോ ഇത്. നമ്മളൊരു 90s അല്ലെ 80s കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ ആ ഒരു സെറ്റപ്പ് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ്. പിന്നെ നേരത്തെ കണ്ണചേട്ടൻ പള്ളി ഇവിടെ നിന്ന് തിന്നാൻ കിട്ടാത്തതല്ല, നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലൂടെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയ. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയറ് നിറയ്ക്കാന്നല്ലേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തുമാത്രം നമ്മുടെ ഹെൽത്ത് നമ്മുടെ പോകുന്നുണ്ട്, നമ്മളെങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പണ്ടത്തെ കുറേ പാത്രങ്ങൾ, കുറേ സാധനങ്ങളുണ്ടല്ലോ, പണ്ടത്തെ കുറേ ഗ്രാമഫോൺ, അങ്ങനത്തെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പഴയ കിണർ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പണ്ട് അടുക്കളയിൽ നിന്നൊക്കെ കോരാൻ പറ്റിയ കൂട്ട് പണ്ടത്തെ കിണറിൻ്റെയൊക്കെ ഒരു സെറ്റപ്പും ഒക്കെ ഉണ്ട് അവിടെ. കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. പിള്ളേർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെയാണ്. എടുക്കുന്നല്ലോ, കൊപ്ര എള്ള് തുടങ്ങിയവ ആട്ടി എണ്ണ എടുക്കുന്നത്. ഇത് പുള്ളി ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുമല്ലേ, അങ്ങനെയല്ലേ? ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ട് വരും അല്ലേ? മണ്ണൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ബേക്കറി കേട്ടത്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇത്രയൊക്കെ ജങ്ക് ഫുഡിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവരും ബേക്കറി ഇട്ടിട്ടുണ്ടോ എന്ന്. പക്ഷേ അത് ഒറിജിനൽ അല്ലായിരുന്നു. ഇത് അവർ സ്പോഞ്ച് കൊണ്ട് ഓരോന്ന് മെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നേരിട്ട് കണ്ടാൽ നല്ല ഒറിജിനാലിറ്റിയാണ്. എക്സാക്റ്റ് ആ ബണ്ണൊക്കെ അതുപോലെ തന്നെ കറക്റ്റ് ഒരു ബണ്ണ് ഇരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഫുഡിൻ്റെ ഒരു സെറ്റപ്പ് അവരൊരു ഡെമോ കാണിച്ചേക്കുന്നതാണ്. നമ്മുടെ ബേക്കറി ഐറ്റംസ് എല്ലാം കറക്റ്റ് ഒറിജിനാലിറ്റിയിലാണ് അവർ വെച്ചേക്കുന്നത്. കറക്റ്റ് ഷവർമ്മയും എല്ലാം നമ്മൾ പെട്ടെന്ന് ദൂരെ നിന്ന് കാണുമ്പോഴേക്കും ആ ഷവർമ്മ അവിടെ കടയുണ്ടല്ലോ നമ്മൾ ഓടി വരും കേട്ടോ, എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ച്. പക്ഷേ ആ ഒരു സെറ്റപ്പ് അവർ നല്ല ഇതിലായിട്ടായിട്ട് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. ഞാനും അമ്മവും കൂടെയാണ് ഈവനിങ് നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് വെച്ച് ഈ ഒരു പ്ലേസ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണ്ടുപിടിച്ചത്. പക്ഷെ വന്നു കഴിഞ്ഞ് ഇവരാണ് കൂടുതലും എൻജോയ് ചെയ്തത്. നമുക്കൊരു പിള്ളേരൊക്കെ ആയിട്ട് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊരു കമ്പാരിസൺ പോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ഒക്കെ അവരവിടെ
വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ വന്നിട്ടില്ലാത്തവർ വന്ന് നോക്കണം. നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. കുള്ളനടയിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. നമ്മുടെ പന്തളം കുള്ളനട റൂട്ടിൽ പോകുമ്പോഴാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ വന്ന് നോക്കണേ.